നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസി ഈക്വലൻസ് റിലേഷൻസ് ആണ്. അപ്പോൾ ഫസി ഈക്വലൻസ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്പ് സെറ്റിലെ ഈക്വലൻസ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ സെറ്റ് വിച്ച് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഈസ് കോൾഡ് ഈക്വലൻസ് റിലേഷൻസ്. അപ്പോൾ സെയിം ആസ് ദാറ്റ് ഇൻ എ ഫസി റിലേഷൻ ഓൾസോ equivalence relation when it is reflexive, symmetric and transitive. അപ്പോൾ ഇത് മൂന്നും ആയി വരുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എയും ബിയും രണ്ട് എലമെൻറ്റ്സ് ആണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും, അതേപോലെ ബി എന്ന് പറയുന്ന വേറൊരു ഓർഡർ പെയർ ഉണ്ടാവും. സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. ദെൻ ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്ത് വേണം? എ ബി ഉണ്ട്, ബി സി ഉണ്ട് എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സി എന്ന് പറയുന്ന പെയറും ഉണ്ടാവും. അപ്പോൾ അതാണ് മൂന്ന് ടൈപ്പ്. അപ്പോൾ നമ്മൾ ഫസി റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് എ എക്സ് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓരോ എലമെൻസിനെയാണ്, സെറ്റിനകത്തുള്ള ഓരോ എലമെൻസ് ആണ് സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഫസി സെറ്റാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറയുന്ന റിലേഷൻ ഓഫ് എക്സ് കോമ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്പ് സെറ്റ് അല്ലെങ്കിൽ ഫസി നമ്മുടെ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ്. അപ്പോൾ ഫോർ ഈച്ച് എലമെൻറ്റ് എക്സ് ഇൻ എക്സ് വി ക്യാൻ ഡിഫൈൻ ക്രിസ്പ് സെറ്റ് എ എക്സ് which contains all the elements of x that are related to small x by the equivalence relation. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസി സെറ്റിലെ ഫസി ഈക്വലൻസ് റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഈ എ എക്സ് എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് പറയുക. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് എ ഈക്വലൻസ് ക്ലാസ് ഓഫ് ആർ ഓഫ് എക്സ് എക്സ് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ എക്സ്. ഈക്വലൻസ് ക്ലാസ് എന്നാണ് പറയുക. അപ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ലെറ്റ് എക്സ് എന്ന് പറയുന്നത് 1 2 എക്സെട്ര അപ് ടു 10 എലമെൻറ്റ്സ് ഉണ്ട്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എക്സ് ക്രോസ് വൈ കണ്ടെയ്ൻസ് 100 മെമ്പേഴ്സ്. സോ 1 1 1 2 1 3 അങ്ങനെ 10 വരെ അത്രയും മെമ്പേഴ്സ് 100 മെമ്പേഴ്സ് ഉണ്ടാവും. ദെൻ ആർ ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ഹാവ് ദ സെയിം റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 3. അതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. എക്സ് ആൻഡ് വൈ ഹാവ് ദ സെയിം റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈക്വലൻസ് ക്ലാസ്സസ് ഫോം ചെയ്യാൻ നോക്കാം. ആൻഡ് ദ റിലേഷൻ ഈസ് ഷോൺ ടു ബി റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ദെർഫോർ ഇറ്റ് ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എ എക്സ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഇവിടെ പറഞ്ഞല്ലോ ഡെഫിനിഷൻ എ എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഓരോ എലമെൻസും ആണ്. അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ A1 ദെൻ അതായത് ഈക്വലൻസ് ക്ലാസ്സസ് ആയിട്ടാണ് എടുക്കുക. ഈക്വലൻസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 1 4 7 10 ഈ 4 നമ്പേഴ്സിൻ്റെയും ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരിക? 1 ആണ് കിട്ടുക റിമൈൻഡർ അല്ലേ? 1നെ അതേപോലെ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒക്കെ റിമൈൻഡർ 1 ആണ്. അപ്പോൾ A1 A4 A7 A10 എന്ന് പറയുന്നത് ഒരു ക്ലാസ്. ആ ഫസി സെറ്റുകൾ അതായത് 1 4 7 10 എന്ന് പറയുന്നത് ഒരു ക്ലാസ്സാണ്. അതേപോലെ 2 5 8 വേറൊരു ഈക്വലൻസ് ക്ലാസ്സാണ്. അതായത് 2 4 8 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 2 ആണ് കിട്ടുക. ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ് വരിക. ഇനി 3 6 9 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരിക. അപ്പോൾ 1 to 10 ആണ് നമ്മുടെ സെറ്റിനകത്തുള്ള മെമ്പേഴ്സ്. അപ്പോൾ അതിനെ ഓരോന്നിനെയും ഈക്വലൻസ് ക്ലാസ്സസ് ആയിട്ട് ഇപ്പോൾ നമുക്കിവിടെ 3 ഈക്വലൻസ് ക്ലാസ്സസ് കിട്ടും. അതായത് റിമൈൻഡർ 0 ഉള്ളത്, റിമൈൻഡർ 2 ഉള്ളത്, റിമൈൻഡർ 1 ഉള്ളത്. അപ്പോൾ അങ്ങനെ 3 സെറ്റ്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ഫോർ എക്സാമ്പിൾ എക്സ് ബാർ ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്രിസ്പ് സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസി ബൈനറി റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ആൻഡ് ഓൾസോ ട്രാൻസിറ്റീവ് ആണ്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഈക്വലൻസ് റിലേഷൻ ഓർ സിമിലാരിറ്റി റിലേഷൻ എന്ന് പറയും. അപ്പോൾ ഫസി സെറ്റിൽ ഇങ്ങനെ മാത്രമേ നമുക്ക് ഈക്വലൻസ് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ് ആകുമ്പോൾ ദർ ഷുഡ് ബി ഡിസ്ജോയിൻ ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ഇതിലൊന്നിലും എലമെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. എല്ലാം എന്താണ്? അതേപോലെ എല്ലാം ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ് വരിക. അപ്പോൾ അങ്ങനെ ഡിസ്ജോയിൻ ക്ലാസ്സസ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്കതിനെ സിമിലാരിറ്റി റിലേഷൻ എന്ന് പറയാം. സിമിലാരിറ്റി റിലേഷൻ അത്രയാണ് ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത്. ഇതാണ് ഫസി ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനെയാണ് സിമിലാരിറ്റി ക്ലാസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതൊരു റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ആൽഫ കട്ട് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ആർ ഇസ് ഈക്വൽ ടു യൂണിയൻ ആൽഫ എന്ന് പറയുന്നത് ക്ലോസ് ടു 0 to 1 ദെൻ ആൽഫ ഡോട്ട് ആൽഫ കട്ട് ഓഫ് ആർ. അപ്പോൾ ഇതിനെ ആൽഫ കട്ട് ഓഫ് ആർ ആണ് നമ്മൾ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ക്രിസ്പ് ഇക്വലൻസ് റിലേഷൻ. സിമിലാരിറ്റി റിലേഷൻ ആകുമ്പോൾ നമുക്കതിൻ്റെ ആൽഫ കട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ പാർട്ടീഷൻ പൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പാർട്ടീഷനിങ് ആണ്. അപ്പോൾ വെർട്ടിക്കൽ പാർട്ടീഷനിങ് ഓഫ് ആൽഫ കട്ട് ഓഫ് ആറും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം കറസ്പോണ്ടിങ് ടു ദ ഇക്വലൻസ് റിലേഷൻ ആൽഫ ആർ. ദാറ്റ് ഈസ് രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്, എക്സും വൈയും. ദെൻ അങ്ങനെയാണെങ്കിൽ ആർ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഷുഡ് ബി എന്തായിരിക്കണം, ആൽഫ കട്ട് എടുക്കുമ്പോൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആൽഫ. നമ്മുടെ ആൽഫ കട്ടിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ പൈ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ പാർട്ടീഷനിങ് ആണ്. അപ്പോൾ ആ ഇക്വലൻസ് ക്ലാസ്സിനെ ഓരോ ക്ലാസ്സിനെയും ഇക്വലൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പാർട്ടീഷനിങ് ചെയ്യുകയാണ്. അപ്പോൾ അതിനാണ് പൈ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. പൈ ആൽഫ ആർ, ആൽഫ എന്ന് പറയുന്നത് എലിമെൻറ്റ് ഓഫ് 0, 1. Partitions of x. So these partitions are nested in the sense that pi alpha r is a refinement of pi beta r if and only if alpha എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബീറ്റ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, ഇതാണ്. ആൽഫ എന്ന് പറയുന്നതിനേക്കാളും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കും നമ്മുടെ റിലേഷനകത്തുള്ള വാല്യൂസ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടീഷൻ ചെയ്യാം. ഓരോ ക്ലാസ്സസ് ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. The first relation R of XX represented by the membership matrix. Matrix എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. A B C D E F G വരെയുള്ള എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിലും A എലമെൻറ്റ്സ് 1 ആണ്. ദെൻ B A എന്ന് പറയുന്നത് 0.8 ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മളതിനെ പാർട്ടീഷൻ ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഫോർ ദ സിമിലാരിറ്റി റിലേഷൻ ഇൻ എക്സാമ്പിൾ, നമ്മൾ ഈ കാണിച്ച എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണം, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ സിമിലാരിറ്റി റിലേഷൻ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് ജി വരെ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ആർ ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക്, അൺസിമെട്രിക് ഈസ് ട്രിവിയൽ. അതായത് ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആൽഫ വാല്യൂസിനെ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൽ ഓരോ വാല്യൂസ് എടുത്തു നോക്കുക. ഇതിൽ ഏതൊക്കെ വാല്യൂസ് വരുന്നുണ്ട്? 1 ഉണ്ട്, മെമ്പർഷിപ്പ് വാല്യൂസ് 0.8 ഉണ്ട്, 0.4 ഉണ്ട്, ദെൻ 0 ഉണ്ട്, 0.9 ഉണ്ട്, 5 ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇത്രയും വാല്യൂസേ ഉള്ളൂ. അപ്പോൾ അതിൽ ഓരോ വാല്യൂസിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. അതായത് 0.4 എടുത്തു, 0.4 എടുക്കുകയാണ്. ആൽഫ ഈക്വൽ ടു 0.4. ആൽഫ ഈക്വൽ ടു 0.4 എടുക്കുമ്പോൾ 0.4നോട് ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആയിട്ടുള്ള വാല്യൂസ് എടുക്കുക. 0.4നോട് ഈക്വലോ ഗ്രേറ്റർ ദാനോ വരുന്നത് ഇതവിടെ എ ഡി വരുന്നുണ്ട്, പിന്നെ ബി ഡി വരുന്നുണ്ട്, ഡി എ വരുന്നുണ്ട്, ഡി ബി വരുന്നുണ്ട്, ഇത് 0.4 ഉള്ളത്. ദെൻ 0.4നേക്കാളും എബോവ് ഉള്ളത് 0.5 വരുന്നുണ്ട്, 1 ഉണ്ട്, 0.9 ഉണ്ട്, ദെൻ 0.8 ഉണ്ട്. അങ്ങനെ ഓരോ വാല്യൂസും ഉണ്ട്. അപ്പോൾ 0.4നേക്കാളും എബോവ് വരുന്നത് 2 സെറ്റാക്കി നമ്മളെടുത്തു. അതായത് എ ബി ഡി എന്ന് പറയുന്നത് 0.4 ആണ് വാല്യൂ. എക്കും എ ദെൻ ബി ബി ഡി വരുന്നുണ്ട്, എ ഡി വരുന്നുണ്ട്. അപ്പോൾ എ ബി ഡി എന്ന് പറയുന്നത് 0.4 വരുന്ന വാല്യൂസാണ്. പിന്നെ 0.8 ഉണ്ട്, ദെൻ ബി ഡി വന്നു, സി വരുന്നുണ്ട്, സിയിൽ എത്ര ഉണ്ട്? 0.9 ഉണ്ട്, 0.5 ഉണ്ട്. അതേപോലെ ഇ വരുന്നുണ്ട്, 0.9ഉം 0.5ഉം വരുന്നു, 1ഉം വരുന്നുണ്ട്. എല്ലാത്തിലും എബോവ് വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ 0.4 വരുന്നത് 3 എണ്ണം എ ബി ഡി വെച്ചു. പിന്നെ സി ഇ എഫ് ജി എന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് വേറെ പാർട്ടീഷൻ ചെയ്തു. നെക്സ്റ്റ് ഇതേപോലെ ആൽഫ ഈക്വൽ ടു 0.5 എടുക്കണം. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0.5 എടുക്കുമ്പോൾ 0.5 വരുന്നത് ഏതൊക്കെയാണ്? സി ഇ എഫ്
പിന്നെ ജി. ഏതൊക്കെ കോളത്തിനാണ് നോക്കുക. സി, ഇ, എഫ്, ജി ഒരുമിച്ചാണ് വരുന്നത്. ദെൻ എയും ബിയും ഡിയും. അപ്പോൾ ഡി എന്ന് പറയുന്ന കോളത്തിനകത്ത് 0.5 വരുന്നില്ല, ഇല്ലല്ലോ, ഇല്ല. എക്കും ബിക്കും ഇതേപോലെ വരുന്നുണ്ടോ? സിക്ക് വരുന്നുണ്ട്, എക്കും ബിക്കും വരുന്നില്ല 0.5. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. എക്കും ബിക്കും അതേപോലെ ഡിയും സെപ്പറേറ്റ് ചെയ്തു. സി, ഇ, എഫ്, ജി ഒരുമിച്ചെടുത്തു. ഇനി ഇതേപോലെ 0.8 നോക്കാം. 0.8ഉം അതേപോലെ 0.9 നോക്കാം. 0.8 നോക്കുമ്പോഴും ഇതുപോലെ തന്നെ 0.8 എ, ബി, ദെൻ 0.8 ആൻഡ് എബോവ് ആണ്. 0.8 ആൻഡ് എബോവ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും വരുന്നുണ്ട്. 1 എല്ലാത്തിലും വരുന്നുണ്ടല്ലോ. എ, ബി, സി, ഡി, അതേപോലെ ഇ, എഫ്, ജി എല്ലാത്തിലും വരുന്നുണ്ട് 1. അപ്പോൾ 0.8നേക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0.8 വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇതെല്ലാം വരും.